പത്തനംതിട്ട വകയാറിൽ ഭാര്യയോടുള്ള സംശയത്തെ തുടർന്ന് ഗൃഹനാഥൻ വീടിന് തീയിട്ടു. ഭാര്യ രജനിക്കും ഇളയ മകനും പൊള്ളലേറ്റു. പ്രതി സിജുവിനെ കോന്നി പോലീസ് പുലർച്ചയോടെ പിടികൂടി. ഭാര്യയും മക്കളും ഉറങ്ങുന്ന അർദ്ധരാത്രി 2 മണിയോടുകൂടിയാണ് ഭർത്താവിന്റെ ക്രൂരത. ഇന്നലെ രാത്രി 1:30 രജനിയും മക്കളും ഉറങ്ങുന്നതിനിടെയായിരുന്നു സിജു വീടിന് തീയിട്ടത്. രജനിയോടുള്ള സംശയമാണ് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. രജനിക്ക് 40% പൊള്ളലേറ്റു. ഇളയ മകനും പരുക്കുണ്ട്. വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായി കത്തിയമർന്നു. തീ പടർന്നതോടെ പുറത്തേക്കിറങ്ങാൻ കഴിയാതെ രജനിയും മക്കളും മച്ചിനു മുകളിൽ പിടിച്ചിരിക്കുകയായിരുന്നു. നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് പുറത്തെത്തിച്ചത്. ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പം എൻ്റെ ദേഹത്തെന്തോ വെള്ളം വീഴുന്നതെന്ന് തോന്നി. ഞാൻ ഞെട്ടി ഒന്ന് എണ്ണിട്ട് ആ സമയം തന്നെ അമ്മയും എന്നോട് കഴിഞ്ഞിട്ട് ചോദിച്ചെന്ത് പാടാം. അപ്പോഴേ കഥയിൻ്റെ മേളിൽ ജനലൊരു സാധനം, അതിനകത്തൂടെ ഒരു തീ ഇങ്ങോട്ട് വന്നു. അപ്പോഴേക്കും മൊത്തം തട്ടുമായിരുന്നു. പരിക്കേറ്റ രജനിയെയും മകനെയും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സിജുവിനെ പുലർച്ചയോടെ പ്രമാണത്ത് നിന്ന് കോന്നി പോലീസ് പിടികൂടി. സിജുവിന്റെയും രജനിയുടെയും 2ാം വിവാഹമായിരുന്നു. വീടിനോട് ചേർന്നുള്ള അങ്കണവാടി കെട്ടിടത്തിലേക്കും തീ പടർന്നു. 12 കാലമായപ്പോഴാണ് ഈ സംഭവം ഞങ്ങൾ അറിയുന്നത്. അന്നേരം പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഓടി വന്നു. പിന്നെ കഥ വെട്ടിപ്പൊളിച്ചു വന്നപ്പോൾ ഞങ്ങൾ ആ കൊച്ചു തള്ള അതേ തൂങ്ങിക്കിടക്കും. ഇല്ല പട്ടിയാൽ ഓടിൻ്റെ പട്ടി ആ കൊച്ചു പിള്ളേരെല്ലാം കൂടെ അതായത് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ ഈ പൂട്ട് പൊളിക്കാൻ അകത്തും പുറത്തും ഒരു പൂട്ടിയേക്കുക. അപ്പം നമുക്കറിയത്തില്ല എന്തോ ചെയ്തതെന്ന്. പിന്നെ ഞങ്ങളത് കോടാലിക്ക് വെട്ടിപ്പൊളിച്ചുകൊണ്ട് പെണ്ണ് ഞങ്ങൾ വന്ന് തൂങ്ങി കണ്ടാതെ ഇങ്ങനെ കിടക്കുന്നു. പിന്നെ ഞങ്ങൾ വെള്ളം കോരി ഒഴിച്ചപ്പോൾ ആ പെണ്ണ് പെട്ടെന്ന് അതിനെ കൈവിട്ട് താഴെ വീണു. ദമ്പതികൾക്കിടയിൽ നേരത്തെയും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നു. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.